നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയല്ലോ ഇന്ന്. വേണമെങ്കിൽ നമുക്കിത് തട്ടുകട ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഒരു ബാച്ചിൽ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 750 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ലെഗ് പീസൊക്കെ ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വലിയ പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി, ചെറിയ പീസൊക്കെ വരേണ്ട ആവശ്യമില്ല. ബോൺസൊക്കെ ഉള്ള പീസാണ് എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. ഇനിയും ഒരു ബൗളിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും ചിക്കൻ ഫ്രൈക്ക്. ഇനി വേണ്ടത് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്, ഒരു 2 ടീസ്പൂൺ. നമ്മുടെ വീട്ടിൽ വറ്റൽമുളക് എപ്പോഴും കാണുമല്ലോ, ഒരു 4-5 വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ തൈര്, നല്ല കട്ട തൈര് തന്നെ എടുക്കുക കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന തൈരാണെങ്കിൽ ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ചേർക്കുക. ഇനിയും നാരങ്ങ നീര്, ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി കാണുമല്ലോ, അത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ നിറച്ചും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന തൈരിന് ഒരുപാട് പുളിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഒന്നും ചേർക്കേണ്ട, അതിൻ്റെ പകുതി ചേർത്താൽ മതി. ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ മതി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു തിക്ക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചിക്കനിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു മാരിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർനൈറ്റൊക്കെ ചെയ്തു വെച്ചാൽ നന്നായിട്ട് ചിക്കനിലേക്ക് ഉപ്പും എരിവും ഒക്കെ അങ്ങോട്ട് പിടിച്ച് ഇരുന്നോളൂ. നമുക്ക് സമയവും ലാഭിക്കാം. അടുത്ത ദിവസം പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. എന്തായാലും മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചാൽ മതി. ഇനി 1 മണിക്കൂർ കൂടുതൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ. ഞാനിതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് രാവിലെ വെച്ചതാണ്. ഒരു 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു. ഇനി ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു മുട്ട. നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. അരിപ്പൊടി ചേർക്കുന്നത് നല്ല ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം കോൺഫ്ലവർ ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. മുട്ടയെന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നാൽ കോൺഫ്ലവർ ചിലപ്പം കണ്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ മുട്ട എടുത്തത് കേട്ടോ. ഏതാണെങ്കിലും പ്രശ്നമില്ല. ഇനി മുട്ട ചേർക്കുന്നതുകൊണ്ട് ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ പൊങ്ങി നിൽക്കുമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല. നല്ലൊരു നന്നായിട്ട് മസാല കോട്ടായി ചിക്കനിലേക്ക് ഇരുന്നോളൂ. ഇനി ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. നല്ല ചൂട് എണ്ണയിലേക്ക്, വെളിച്ചെണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നല്ല ചൂട് എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഒരു 3 to 4 മിനിറ്റ്സ് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കും. ഒന്ന് പിടിച്ചതിന് ശേഷം ഇപ്പോൾ ഒന്നും ഇളക്കി ഒന്നും കൊടുക്കരുത് കേട്ടോ, ഡിസ്റ്റർബ് ചെയ്യരുത്. ആ മസാലയൊക്കെ ചിക്കനിൽ ഒന്ന് പിടിക്കണം. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് അടച്ചു വെക്കാം. ഈ ചിക്കൻ ഒന്ന് വെന്ത് വരും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് നോക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി ഇങ്ങനെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ മതി. ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ബോൺസിൽ നിന്നൊക്കെ ചിക്കൻ വിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് അകത്ത്. ഇതിപ്പോൾ ആയി. ഇനിയും ഈ എണ്ണയിലോട്ട് ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ ചിക്കൻ്റെ മുകളിലേക്ക് ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈ. വളരെ ഈസിയാണ് ചെയ്യാൻ. ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.